എന്താ മല്ലി പിന്നെ ലേള് തുടങ്ങി? ഇസ്ലാമികളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആഹാ, അത് തീക്കളിയാ. കണ്ടതാ. അങ്ങനെ വരട്ടണ്ട. മാപ്പിളാറ് വിളവല്ലേ. പിന്നെ നമ്മളും കുറെ കണ്ടതെന്നായാലേ നമ്മള് വരട്ടണ്ടങ്ങളെ. കുഴപ്പമുണ്ടാക്കാൻ തിരിച്ചു പോയിക്കോളി ഹാജരെ. അതെന്റെ രൗണ്ടായങ്ങളോട് ഞാനും പറയണത്. മര്യാദക്ക് പോണതാ നല്ല ഇവിടുന്ന്. ഓഹോ, ആഹാ, തൈക്കാവിന്റെ മുറ്റത്തൂടെ അമ്പലത്തിൽ എഴുന്നള്ളിപ്പ് പോകൂത്രേ. പോണ്ടടാ. മാപ്പിളയും ഓത്തും പള്ളി ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായതാടാ ഭഗവതിയും കാവും. കുത്തി മലത്തടാ എല്ലാത്തിനും. എവര് തമ്മിൽ തല്ലി ചത്ത എന്റെ ബിസിനസ് കുഴയുമല്ലോ കർത്താവേ. നിങ്ങൾക്ക് ചിരിക്കാം, എന്റെ നെഞ്ചെരിയുന്ന എനിക്കേ അറിയാവൂ. അയ്യോ അയ്യോ, ഇവരെന്തിനുള്ള പുറപ്പാടാണ് എന്റെ ദൈവമേ. വന്ന് പിടിച്ചു മാറ്റണ്ട മക്കളെ. ഹിന്ദുക്കളെ മാപ്പിളമാരും തമ്മിൽ തല്ലി ചാകുന്നിടത്ത് നമ്മൾ സത്യക്രിസ്ത്യാനികൾക്ക് എന്തുവാ കാര്യം? എന്റെ അപ്പൻ എന്തിനാ ഇതിനെ കോശാന പാടാൻ പോണേ? ദൈവദോഷം പറയാതെടാ കുഞ്ഞോർത്തി. കാമുണ്ണി നായരും ഹാജിയാരും നമുക്ക് അന്യരാണോടാ. അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ് അവർ ചോര വീഴ്ത്തുന്നത് കണ്ട് നമ്മൾ നോക്കി നിൽക്കാനോ? ചോര അധികമുള്ളത് കുറെ ഒഴുകി റോഡിൽ വീഴട്ടെ, നായ്ക്കള് നക്കിക്കൊള്ളും. പുറം ജാതികൾ രക്തം ചൊരിഞ്ഞ് നശിച്ചു വീഴുമെന്ന ന്യായ പ്രമാണത്തില്. അതുവല്ലോ ഈ അപ്പൻ ഓർമ്മയുണ്ടോ? വിവരം കേട്ട അപ്പൻ. എന്റെ കർത്താവേ, നീ അകത്ത് കയറി പോടി. ന്യായവിരോധമായ ജനക്കൂട്ടമാണ്. നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകാത്ത പക്ഷം ടിയർ ഗ്യാസ് ഉപയോഗിച്ച് നിങ്ങളെ പിരിച്ചുവിടുന്നതായിരിക്കും. നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകണം, ഉടൻ പിരിഞ്ഞു പോകണം, ഉടൻ പിരിഞ്ഞു പോകണം. നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ന്യായവിരോധമായ ജനക്കൂട്ടമാണ്. നിങ്ങൾ ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടും പിരിഞ്ഞു പോകുന്നില്ല. അതിനാൽ ഗ്യാസ് ഉപയോഗിച്ച് നിങ്ങളെ പിരിച്ചുവിടുന്നതായിരിക്കും. ഉടൻ പിരിഞ്ഞു പോകണം, ഉടൻ പിരിഞ്ഞു പോകണം, ഉടൻ പിരിഞ്ഞു പോകണം. നമ്മൾ വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലേ. എല്ലാം പാവങ്ങളാ. നമുക്ക് ഓർഡർ കിട്ടാതെ തിരിച്ചു പോകാൻ പറ്റുമോ? കളക്ടർ കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. എന്താവുമോ എന്തോ. ഈ ഡ്യൂട്ടി ഒന്ന് കഴിഞ്ഞിട്ടേ ഒന്ന് വീട്ടിലോട്ട് പോയിരുന്നു. എനിക്ക് അതിനേക്കാൾ അർജന്റാ. ഭാര്യയുടെ പ്രസവമാണ് ഇന്നോ നാളെയെന്ന് പറഞ്ഞ് നിൽക്കുക. എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ 4-5 ഒക്കെ ഉണ്ട്.
പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ബി കെയർഫുൾ സാർ. SP ഏത് നിമിഷവും ചെക്കിങ്ങിന് വന്നേക്കാം. സാർ. ചെറിയാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു? സത്യമായിട്ട് ഉണ്ടായിരുന്നു സാർ. കണ്ടില്ല. നമ്മുടെ 17 പേരെ ആശുപത്രിയിലുള്ളൂ. അവരുടെ 38 പേരുണ്ട്. നമ്മുടെ 10 ആള് പോയി. അവർക്ക് 8 പോയുള്ളൂ. എന്നാലും നമ്മൾ ഒട്ടും മോശമല്ലായിരുന്നു. പക്ഷെ പോരാ. ഒപ്പത്തിനൊപ്പം നിൽക്കാനിത് മതി. അതല്ല വേണ്ടത്, കടത്തി വെട്ടണം. അതിനുള്ള അടിയും തടയും കയ്യിലുണ്ടാവണം. അല്ല രാവണിയാര്, നമ്മുടെ വാസുമേന്റെ മകനൊരുത്തല്ലേ ജയിലില്? ആര്? വിശ്വനാഥൻ. അതെ, അവൻ തന്നെ. അവനെ വിടാറായിന്ന് കേൾക്കണല്ലോ. 2-3 ദിവസം വിടുമെന്നാ കേട്ടത്. ആ, അവൻ വന്നു കിട്ടിയാൽ അത് നമുക്കൊരു ബലാണ്. ബലത്തിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ചേട്ടാ? അതല്ല ചൂ, അവനാകുമ്പോ കുത്തിയും മലർത്തിയും നല്ല ശീലമുണ്ട്. മുമ്പിൽ നിർത്തിയാൽ എതിരെ വരുന്നവനൊന്ന് നിൽക്കും. വരട്ടെ. കണക്കിലെഴുതിക്കും. കാശ് കുറെ ആയി. തരാടോ. വിഷയത്തിനെത്തി. കവലയിൽ ബസ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇത്ര പെട്ടെന്ന് പോടാ. പൂജപ്പനം ഇവിടെ എത്താൻ പിന്നെ ഒരാഴ്ച വേണോ? നീ പോടാ. വിശ്വത്തിനോട് വന്നു തരാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. തികഞ്ഞു. ആകാശവും ഭൂമിയും പേടിയില്ലാത്തവനാണ് ആള്. ഇവനല്ലേ ആ വിശ്വനാഥൻ? അതെ, കൊലക്കുറ്റത്തിന്റെ ശിക്ഷയും കഴിഞ്ഞ് വരിക. വിശ്വനാഥൻ എത്തിയെന്ന് കേട്ടു. എത്തിയോ? ഇനി കൊച്ചൗസപ്പേട്ട നോക്കിക്കോ, കാര്യങ്ങൾക്കൊരു ചൂടുണ്ടാകും. അവൻ ആള് പോക്കിരിയാണേലും വെട്ടേണ്ട പോലെ വെട്ടാനും കുത്തേണ്ട പോലെ കുത്താനും അവനെ കഴിഞ്ഞേ ആളുള്ളൂ. അപ്പൊ ഇനി ഇവിടെ കുറെ ചോര ഒഴുകും. ഒഴുകട്ടെ, നല്ലോണം ഒഴുകട്ടെ. കാണാൻ നല്ല രസമായിരിക്കും. എന്തോ നാടി മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? ചെത്തിപ്പറക്കി തീർന്നെ കൊണ്ട് പുഴുങ്ങടി. അല്ലേ വേണ്ട, അപ്പനും മോനും പോയിട്ട് മതി. വേടാ. അപ്പം പോയിക്കോ, ഞാൻ വന്നോളാം. ഇത് നല്ല വേവുള്ള വേവ് സ്വപ്പ കുറവാ. കേറി പൊടിയകത്ത്. അല്ലേ വേവ് നോക്കാം. നീ ഏതാ? വേലപ്പാടത്തെ കുറുപ്പച്ചന്റെ മോനാ. ബാലു അല്ലേ? അതെ. ഞാൻ പോകുമ്പോ നീ കൊച്ചാ, വലുതായി പോയി. വിശ്വനാഥൻ വന്നൂത്രേ. ഓ, എങ്കിൽ ഒട്ടും താമസിക്കാണ്ട് ഒരാളെ പറഞ്ഞേച്ച് അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. നമ്മളെ കൂടുതൽ പിടിച്ചങ്ങോട്ട് നിർത്തുക. നമ്മുടെ കൂട്ടത്തിലല്ലാതെ അവൻ വേറെ എവിടെ പോവാൻ? ഏയ്, അങ്ങനെ കരുതണ്ട. അവനൊരു പ്രത്യേക ഇനാ. അല്ല, അത് രാവണിയാർക്കും അറിയാലോ. ശരിയാ. കിടഞ്ഞു നിന്നാൽ അതും ദോഷം. ഇവനെ വിട്ടോ? ഒന്ന് നേരെ നില്ലടാ. പിന്നെ ഒന്ന് കുളിപ്പിക്കാവും, ഞാൻ നോക്കട്ടെ. ആഹാ, വിഷ്ണുനോ? വരുന്ന വഴിയല്ലേ? എന്തു പറ്റി കാലില്? വയനാട്ടിൽ നിന്ന് ലോഡ് കയറ്റി വരുന്ന വഴിക്ക് ലോറി ഒന്ന് പാടി. തേക്കന്തടി ആയിരുന്നു, കെട്ടുപൊട്ടിപ്പോയി. ലോറി കൊക്കയിലോട്ട് മറിയ നോക്കി ഞാനെടുത്തിന് ചാടി. ഭാഗ്യത്തിന് ഇത്രേ പറ്റിയുള്ളൂ. ലോറിപ്പണി പിന്നെ അതോടങ്ങ് നിർത്തി. പഴയ കഥകളൊന്നും ഓൻ ഓർക്കൂല. ജാതി സ്നേഹത്തിന്റെ പേരിൽ ഓൻ ഓരുടെ കൂടെ നിൽക്കും. മുമ്പും പിമ്പും നോക്കാത്ത സ്വഭാവമാണോ എന്റേത്? എങ്കിൽ അതും കൂടി കണ്ട് നമ്മൾ കരുതി നിൽക്കും. നിക്കണം, അതാ പറഞ്ഞത്. ഓനെ വിശ്വസിക്കാൻ കൊള്ളൂല. വിട്ടുവല്ലേ? ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ? തൽക്കാലം ഒതുങ്ങിയ മട്ടാണ്. വരട്ടെ.
എന്താ ശിവ? ഒന്നുമില്ല. തോന്നണല്ലേ? അച്ഛനെ ഞാനിപ്പോ കണ്ടു. തന്നെയാ? എങ്ങോട്ടാ? എവിടുന്ന് വരുന്നു? എന്താണോ ചോദിച്ചു കേട്ടില്ലേ? എവിടുന്നാ വരുന്നേ? നിനക്കെന്താ അവിടെ കാര്യം? കാര്യമുണ്ട്. വിശ്വനാഥനം വേണ്ട വരമുള്ളേ, നമ്മൾ നടത്താൻ നിൽക്കില്ല. വിട്ടേരെ. ആ വിശ്വനാഥൻ പൊയ്ക്കോ. ഓഹോ, ഇവനാണോ വിശ്വനാഥൻ? അതെ. അമ്മേ, അച്ഛാ, വിശ്വേട്ടൻ വരുന്നു. ഈ അമ്മ എവിടെയാ? എന്ന് വിട്ടു? ഇന്നലെ. നേരെ ഇങ്ങോട്ട് പോന്നു അല്ലേ? ഈ കുടുംബത്തിൽ തീ കോരിയിട്ടിട്ട് മതിയായില്ല നിനക്ക്, അല്ലേടാ? അച്ഛാ മിണ്ടരുത്. ഇവിടെ ഇവന് വേണ്ടി ഒരുത്തം പോലും വക്കാലത്ത് പറയരുത്. നിന്നെ പോലൊരുത്തനെ നൊന്തു പറ്റതാടാ ഞാൻ ചെയ്ത തെറ്റ്. താഴത്തും നിലത്തും വെക്കാതെ പൊന്നുപോലെ വളർത്തി. എന്നിട്ട് നീ ജയിലിൽ കിടന്ന് ചത്തു നിറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ. ഒരു ഉപകാരം ചെയ്യും. അന്ന് അയാളെ കുത്തി വളർത്തിയ കത്തിയില്ലേ ഇപ്പോഴും കയ്യിൽ? എന്നെ ഇവിടെ നിന്റെ കൂടപ്പിറപ്പിനെ കുത്തിക്കൊല്ലി, എന്നിട്ട് ആയിക്കോ എന്ത് വേണമെങ്കിലും. ബഷീറേ, വിവാത്തു ബഷീറല്ലേ ഇവിടെ? ഉണ്ട്. ആരാ വിവാത്തു? ഞാനാടാ. സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല. നാട്ടിൽ പണ്ടേ എന്നെ എല്ലാവർക്കും വെറുപ്പാ. ഇത്രയും വലിയൊരു ശിക്ഷ ഒരു തെറ്റിന്. ആ ചായ എടുക്കട്ടെ? വേണ്ട, നീ അപ്പുറത്ത് പോ. ബഷീറേ, നീ ഈ വന്നത് വന്നു. മേലാൽ ഈ പടി കയറരുത്. ഞങ്ങളുടെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. നിങ്ങളുടെ ആൾക്കാർ? അതെ, നീ മാത്രമല്ല, നിന്റെ ജാതിയിൽപ്പെട്ട ആരും. ജാതിയോ? എടാ, ഹാജിയാരും രാവണി നായരും തമ്മിൽ പഴയ പക പോക്കുന്നതിന് നമ്മളെന്തിനാടാ ശത്രുക്കളാവുന്നത്? നീ ഹിന്ദുവും ഞാൻ മുസ്ലിമും ആയതുകൊണ്ട്. ഹിന്ദുവും മുസ്ലിമും പോത്തുപള്ളിക്കൂടെ മേയാൻ പണ്ട് ഓല ചുമന്നത് നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ? കാവിലെ പൂരത്തിന് കുരുത്തോല വെട്ടാൻ ആദ്യം തെങ്ങിക്കേറിയ നീയല്ലേ? അതൊക്കെ പണ്ട്. ഇന്ന് അതല്ല. നീയും നിന്റെ കൂട്ടരും ഞങ്ങളുടെ ശത്രുക്കളാണ്. നീ പൊയ്ക്കോ.